ഹലോ ഓൾ, എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ ആദ്യമേ നേരുകയാണ്. ഓണത്തിന്റെ ദിവസങ്ങളിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഓണം എന്നും ഞാൻ പറഞ്ഞ് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. നമ്മുടെ ആ വർഷത്തെ എല്ലാ ആഘോഷങ്ങളും നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് ഓണത്തിലേക്ക് നമ്മൾ എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഓണം. പക്ഷേ ഈ ഓണത്തിന്റെ ഇടയിലും നമ്മൾ മറന്നു പോകരുതാത്ത ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് SSC CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഷ്ടപ്പെട്ടിരിക്കുന്ന കുട്ടികൾ. SSC CGL എക്സാം സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യം തന്നെ ഉണ്ടാവും. അതിന് കാരണമായിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോസിന് ഷോർട്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റെനോഗ്രാഫർ ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാം സെപ്റ്റംബർ 8 മുതൽ 12 വരെയുള്ള തീയതികളിൽ ഓൾറെഡി കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച അനൗൺസ് ചെയ്തു. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഫേസ് എക്സാംസിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തു. സെപ്റ്റംബർ 16 മുതൽ 26 വരെയുള്ള തീയതികളിലായിട്ടാണ് SSC ഫേസ് എക്സാംസ് നടക്കുക. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞാൽ ഉടനെ വരാൻ പോകുന്നത് നമ്മുടെ CGL എക്സാംസ് ആണ്. അതിനൊരു മാറ്റവും ഇല്ല. ഇനി വേറെ എക്സാം SSC ഇനി കണ്ടക്ട് ചെയ്യാനില്ല. നമ്മുടെ CGL എക്സാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഓണത്തിന്റെ ഇടയിൽ നമുക്കിപ്പോ ഏകദേശം 1 മാസം 30 ദിവസം മാത്രമേ നമ്മുടെ കയ്യിൽ ഇനി അവശേഷിക്കുന്നുള്ളൂ. അപ്പൊ ഓണത്തിന്റെ ഇടയിൽ നമ്മുടെ CGL എക്സാം മറന്നു പോകരുത്. കാരണം ഒരുപാട് പേര് എന്താ വെച്ചാൽ ഈ എക്സാം ഡേറ്റ് കാരണം കൺഫ്യൂഷൻ കാരണം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ പോവാം എന്ന് പറഞ്ഞു ചെയ്യുന്നവരായിരുന്നു. കുറെ പേര് ആ ഒരു അവസരം മുതലാക്കി കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കുന്നവരുമായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ബ്രേക്ക് വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ഓണം എന്ന് പറയുന്നത്. അപ്പോ അത് മനസ്സിലാക്കുക. ഓണം നമുക്ക് അടുത്ത വർഷവും ഇതിലും ഗംഭീരമായ ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് നമ്മൾക്ക് ആഘോഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ തന്നെ വെക്കുക. പറ്റുന്ന സമയം ഈ ഹോസ്റ്റലിൽ നിന്നൊക്കെ പോയവരും അല്ലെങ്കിൽ പ്രിപ്പറേഷൻ വിട്ടു നിൽക്കുന്ന എല്ലാവരും തിരിച്ചു വന്ന് തിരുവോണ നാളിൽ മാത്രം നിങ്ങൾ അത് ആഘോഷിക്കാൻ ശ്രമിക്കുക. ബാക്കി എല്ലാ ദിവസവും ഇതിനു വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുക. ഒരു ബ്രേക്ക് എടുക്കുക, തിരുവോണത്തിന് പോവുക, എല്ലായിടത്ത് സ്പെൻഡ് ചെയ്യുക, തിരിച്ചു വരിക. ഓക്കെ, അപ്പോ നമ്മളുടെ ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷനുമായിട്ട് നമ്മൾ വന്നത്. നമ്മൾ ഓൾറെഡി 7 പാർട്ട് നമ്മൾ ചെയ്തു. SSC CGL മാത്സിന്റെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ 7 പാർട്ട് ചെയ്തു. തെറ്റാമത്തെ ഭാഗമാണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടൈമോട് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും അത് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് കുറച്ച് അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസും കൂടുതൽ അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസും മാത്തമാറ്റിക്കിന്റെ ചോദിക്കാൻ സാധ്യത. അതായത് കഴിഞ്ഞ എഡ്യൂക്കേറ്റീവ് പാറ്റേണും ഈ നടന്നുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേറ്റീവ് പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ മാക്സിമം ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ട്രിക്സും അതേപോലെ തന്നെ ഒരുപാട് ഷോർട്ട് ട്രിക്സും വരാൻ സാധ്യത. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം ആ ഒരു ടൈമർ വരുന്ന ആദ്യത്തെ CGL എക്സാം ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയായിരിക്കാം നിങ്ങളുടെ മൈൻഡ് വർക്ക് ചെയ്യേണ്ടതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ ഒരുപാട് സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. 995 divided by 999 into 999. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഏകദേശം എല്ലാ വർഷത്തെ എക്സാംസും SSC ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സിംപ്ലിഫിക്കേഷനിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതില്ല, ഈ ട്രിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾ സമയമെടുക്കും. നോക്കിയേ, ഇവിടുത്തെ ഡിനോമിനേറ്റർ നോക്കിയേ 999. മൾട്ടിപ്ലയർ നോക്കിയേ, ഡിനോമിനേറ്ററും മൾട്ടിപ്ലയർ ഉപയോഗിക്കുന്നത് മൾട്ടിപ്ലയർ സെയിം അല്ലേ? ഡിനോമിനേറ്റർ മൾട്ടിപ്ലയർ സെയിം അല്ലേ? ഇങ്ങനെ സെയിം ആയാൽ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, പെട്ടെന്ന് നിങ്ങൾ ആൻസറിലേക്ക് എത്താം. ആ ഡിനോമിനേറ്റർ മൾട്ടിപ്ലയർ എന്താ? 999 എടുത്തെഴുതുക. അതിൽ ഒരു മാറ്റവും ഇല്ല. എന്താണോ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ മൾട്ടിപ്ലയർ അതേപോലെ എടുത്തെഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ സൈഡിലുള്ള ഹോൾ നമ്പർ ചെക്ക് ചെയ്യുക. ഹോൾ നമ്പർ എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 3 ഡിജിറ്റ് ആണ്. അപ്പൊ 3 0 കൊടുക്കുക. ക്ലിയർ ആണോ? ഡിനോമിനേറ്റർ അല്ലെങ്കിൽ മൾട്ടിപ്ലയർ എന്താണോ അത് അതേപോലെ എടുത്തെഴുതുക. ഈ സൈഡിൽ എത്ര ഡിജിറ്റ് ഉണ്ടോ അത് അത്രയും 0 കൊടുക്കുക. ഇനി നോക്കിയേ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ഡിഫറൻസ് നോക്കിയേ. 999 മൈനസ് 995 എത്രയാ? 4. അത് ഇവിടെയും അങ്ങ് കുറയ്ക്കുക. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? എന്നോട് പറയാം. ഡിനോമിനേറ്റർ മൾട്ടിപ്ലയർ സെയിം ആണ് എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലയർ എടുത്തെഴുതുക 999. ഈ സൈഡിലുള്ള ഹോൾ നമ്പർ എത്ര ഡിജിറ്റ് ആണെന്ന് നോക്കുക. 3 0 അല്ലേ? 3 ഡിജിറ്റ് അല്ലേ? അപ്പൊ 3 0 എന്ത് ചെയ്യുക? ഇങ്ങനെ കൊടുക്കുക. മൈനസ് ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ. എന്നാൽ ഇവരുടെ ഡിഫറൻസ് വരുന്നത് 4 അല്ലേ? -4. 0 അവസാനിക്കുന്ന നമ്പറിൽ നിന്നും 4 അങ്ങ് മൈനസ് ചെയ്താൽ യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും? 6 അല്ലേ? 6 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് ഇവിടെ? നോക്കി, ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 9 9 8 9 9 6.
അല്ലെങ്കിൽ 999,000 നിന്ന് 4 കുറച്ച് നോക്കുക. അപ്പൊ പെട്ടെന്ന് കിട്ടുന്ന വഴിയാണ് ഞാൻ പറഞ്ഞത്. ഈ വഴി നിങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടും. ആദ്യം ഈ ഒരു മിക്സഡ് ഫ്രാക്ഷനെ നിങ്ങൾ മാറ്റി നിങ്ങൾ ചെയ്യണം, പിന്നെ അത് കോമൺ എടുത്ത് മാറ്റണം. ഒരുപാട് പണി ഇതിലുണ്ട്. ഇത്രയും ഒന്നും പണി ചെയ്യാൻ നമുക്ക് ഈ ഒരു 36 സെക്കൻഡ്സ് ആണ് നമ്മളുടെ CGL എക്സാംസ് ഇപ്പോ ഏകദേശം 15 മിനിറ്റ് ആണ് ഒരു ഷിഫ്റ്റിന് ഒരു സെക്ഷന് ലഭിക്കുക. ഓക്കെ, അപ്പൊ മാക്സിമം 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും 25 ക്വസ്റ്റ്യൻ 15 മിനിറ്റ് നമ്മൾ ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യനും ഏകദേശം അപ്രോക്സിമേറ്റ്ലി 36 സെക്കൻഡ് മാത്രമായിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ 36 സെക്കൻഡിൽ ഇതെല്ലാം നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇങ്ങനെയുള്ള മെത്തേഡ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ മോഡൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ആകെ ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, മൾട്ടിപ്ലയർ, അതായത് ഡിനോമിനേറ്ററും മൾട്ടിപ്ലയറും സെയിം ആണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോകാലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. A is 3 times as efficient as B and is therefore able to finish a piece of work in 60 days less than B. Okay, in how many days can A and B complete the work together? ഒരുമിച്ച് എയും ബി ഒരുമിച്ച് വർക്ക് ചെയ്ത ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ചോദ്യം. ഈ ഇതേപോലുള്ള ക്വസ്റ്റ്യനിൽ ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ വർക്കാണ്. ടോട്ടൽ വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ടോട്ടൽ വർക്ക് രണ്ടുപേരും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, ആദ്യം അതിന് ഹിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? എയും ബിയും അല്ലേ? A is 3 times as efficient as B. എഫിഷ്യൻസിയുടെ കേസ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. A is 3 times as efficient as B. ഓക്കെ, A B യെ കമ്പയർ ചെയ്യുമ്പോൾ 3 മടങ്ങ് എഫിഷ്യന്റ് ആണ്. എയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ എയുടെ എഫിഷ്യൻസി എത്രയാ? 3. A is 3 times as efficient as B. എയുടെ എഫിഷ്യൻസിയുടെ 3 ഇരട്ടിയാണ് ആരുടെ എഫിഷ്യൻസി? ബിയുടെ എഫിഷ്യൻസിയുടെ 3 ഇരട്ടിയാണ് ആരുടെ എഫിഷ്യൻസി? എയുടെ എഫിഷ്യൻസി. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ therefore and he is therefore able to finish a piece of work in 60 days less than B. ഇങ്ങനെ എഫിഷ്യൻസി എക്ക് കൂടുതൽ ആയതുകൊണ്ട് തന്നെ ബി എടുക്കുന്നതിനെക്കാട്ടിലും 60 ദിവസം കുറവ് മതി ആർക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? എക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? ഇത് മതി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ. എഫിഷ്യൻസിയുടെ റേഷ്യോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മളുടെ ടൈമിന്റെ റേഷ്യോ. എഫിഷ്യൻസിയുടെ റേഷ്യോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ടൈം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫിഷ്യൻസി ആയിരിക്കും. അപ്പോ ടൈമിന്റെ റേഷ്യോ എന്ത് വരും? 1:3 വരും. എ 1 യൂണിറ്റ് സമയം എടുത്താൽ ബി എത്ര യൂണിറ്റ് ടൈം എടുക്കും? 3 യൂണിറ്റ് ടൈം എടുക്കും. നോക്കി, അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Therefore and is therefore able to finish piece of work in 60 days less than B. ബി എടുക്കുന്നതിലും 60 ദിവസം കുറവ് മതി ആർക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? എക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. എത്ര യൂണിറ്റ് കുറവാണ് എക്ക് വേണ്ടത്? 2 യൂണിറ്റ് കുറവ് മതി എക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ആ 2 യൂണിറ്റ് അല്ലേ 60 ഡേ. എക്ക് ബി യെ കാട്ടിൽ 60 ദിവസം കുറവ് മതി. എക്ക് ബി യെ കാട്ടിൽ 2 യൂണിറ്റ് കുറവ് സമയം മതി. അതല്ലേ 60 ദിവസം. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ? 30 ദിവസം അല്ലേ? ആൻസർ കിട്ടിയില്ലേ? 30 ദിവസം. ഇതിന് ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോഴേ 30 ഡേയ്സ്. എ അപ്പൊ എത്ര ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? 30 ദിവസം. ബിയോ 90 ഡേയ്സ്. അപ്പൊ ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടിയില്ലേ? ടോട്ടൽ വർക്ക് എന്ന് വെച്ചാൽ എന്താ? എഫിഷ്യൻസി ഇൻറ്റു ടൈം അല്ലേ? എയുടെ വെച്ച് നോക്കുക. എഫിഷ്യൻസി എന്താ? 3. എഫിഷ്യൻസി 3 വരും. ഇൻറ്റു എ എത്ര ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? 30 ദിവസം കൊണ്ടല്ലേ? 30 × 3 എന്താ? 90 ആണെന്ത്? 90 യൂണിറ്റ് ആണെന്ത് ടോട്ടൽ വർക്ക്. അല്ലെങ്കിൽ ബിയുടെ വെച്ച് നോക്കിയാലോ? 90 ദിവസമാണ് ബിക്ക് മൊത്തത്തിൽ വേണ്ടത്. എത്രയാണ് എഫിഷ്യൻസി? 1. 90 × 1 എന്താ? 90. ടോട്ടൽ വർക്ക് സെയിം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് എന്ത് എഫിഷ്യൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടൈം നമ്മൾ പറയാം. ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഈ ടോട്ടൽ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ഇതല്ലേ വേണ്ടത്. രണ്ടുപേരുടെയും എഫിഷ്യൻസി എന്താ? നമ്പർ ഓഫ് ഡേയ്സ് എന്ന് വെച്ചാൽ എന്താ? അല്ലെങ്കിൽ ടൈം കണ്ടുപിടിക്കുന്നത് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി അല്ലേ? ഇവിടെ എയുടെയും ബിയുടെയും കമ്പൈൻഡ് വർക്കിന്റെ സമയം അല്ലേ വേണ്ടത്? ആണല്ലോ, വർക്കിന്റെ സമയം അല്ലേ വേണ്ടത്? അല്ലെങ്കിൽ വർക്ക് എത്ര ദിവസം കൊണ്ട് ഒരുമിച്ച് ഇവർ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? ഇതല്ലേ വേണ്ടത്. 90 ആണ് ടോട്ടൽ വർക്ക്. ടോട്ടൽ എഫിഷ്യൻസി എന്താ? 3 + 1 4. 90 ഡിവൈഡഡ് ബൈ 4 എന്ത് വരും? 22 അല്ലെങ്കിൽ 45 ഡിവൈഡ് ബൈ 2 എന്താ? 22.5 ഡേയ്സ്. 22.5 ദിവസം കൊണ്ടാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ?
അപ്പോ ടൈം ആൻഡ് വർക്കിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ആകെ ഇത് മാത്രം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ടൈം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് സെയിം ആണ്. അപ്പൊ ടൈം എന്താ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ടൈമിന്റെ റേഷ്യോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആരുടെ റേഷ്യോ, നമ്മളുടെ വർക്കിന്റെ അല്ലെങ്കിൽ എഫിഷ്യൻസി റേഷ്യോ. എഫിഷ്യൻസിയുടെ റേഷ്യോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ. ടൈമിന്റെ റേഷ്യോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, എഫിഷ്യൻസിയുടെ റേഷ്യോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the sum of first 25 odd natural numbers? ആദ്യത്തെ 25 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണുക. ആദ്യത്തെ 25 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്താ? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? 1, 2, 3, 4, 5. ഇതിലൂടെ 0 കൂടെ ചേരുമ്പോൾ എന്തായി? ഓഡ് നമ്പേഴ്സ് ആയി. ഓക്കെ, അപ്പൊ ആദ്യത്തെ 25 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഏതാ? 1, 3, 5, 7 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ 25 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ കൂട്ടിയെടുക്കാൻ എത്ര സമയം വരും? അതിന്റെ ഒന്നും ആവശ്യമില്ല. സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. ഇവിടെ n എന്താ? 25 നമ്പർ ഓഫ് ടേംസ്. 25ന്റെ സ്ക്വയർ എന്ത് വരും? 625. ആൻസർ കിട്ടി. ഓപ്ഷനിലുണ്ട് 625. ഇത്രേ ഉള്ളൂ. സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. n സ്ക്വയർ ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്. ഇവിടെ 25 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനാണ് പറഞ്ഞിരിക്കുക. അപ്പൊ 25 സ്ക്വയർ എന്ത് വരും? 625. ഇനി ഇത് മാത്രമേ പഠിക്കാനുള്ളൂ? ഇല്ല, ഓഡിന്റെ പറഞ്ഞു. ഇനി ഈവന്റെ പറയണ്ടേ? സം ഓഫ് ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് n into n plus 1. സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ഓഫ് എന്ന് വെച്ചാൽ എന്താ? 1, 2, 3, 4 ഇങ്ങനെ പോകുന്ന എത്ര നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനായാലും n into n plus 1 divided by 2. അപ്പൊ ഈ ഇക്വേഷൻസ് എല്ലാം ഓർത്തിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചോദിച്ച് കാണുന്ന ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻസ്, ഈ ഫോർമുലാസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ല. നല്ല ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അത് മറക്കാതെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 2 circles of radii. Radii എന്ന് വെച്ചാൽ എന്താ? റേഡിയസ് ആണ്. 9 cm and 4 cm touch each other externally. What is the length of their direct common tangent? രണ്ട് സർക്കിൾസ്. ഒരെണ്ണത്തിന്റെ റേഡിയസ് 9, ഒരെണ്ണത്തിന്റെ റേഡിയസ് 4. എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണലി, പുറമേ എന്ത് ചെയ്യുന്നു? ഇവർ ടച്ച് ചെയ്യുന്നു. പുറമേ ഇവിടെ ഒരു ടച്ച് ചെയ്യുന്നു. ഇവിടുത്തെ റേഡിയസ് എന്താ? 9 സെന്റിമീറ്റർ. ഇവിടുത്തെ റേഡിയസ് എന്താ? 4 സെന്റിമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദെയർ ഡയറക്റ്റ് കോമൺ ടാൻജന്റ്? ഈ ഒരു ഡയറക്റ്റ് കോമൺ ആയിട്ടുള്ള ടാൻജന്റിന്റെ ലെങ്ത് എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോ ഡയറക്റ്റ് നമുക്ക് ഫോർമുല പഠിച്ചു നോക്കാൻ അല്ലാതെ വഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. ഡയറക്റ്റ് ഫോർമുല നിങ്ങൾ എഴുതിക്കോ. DCT, ഡയറക്റ്റ് കോമൺ ടാൻജന്റ് കണ്ടുപിടിക്കാം. 2√R1 R2. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. 2 into root of R1, റേഡിയസ് 1 എന്താ? 9 into റേഡിയസ് 2 എന്താ? 4. ഇത്രയേ ഉള്ളൂ. 2 root of 9 into 4 36. റൂട്ട് 36 വെളിയിലെടുത്ത് എന്ത് കിട്ടും? 6 അല്ലേ? 2 into 6 ആണ് നമ്മുടെ ആൻസർ. എന്താ നമ്മുടെ ആൻസർ? 2 into 6 12. അപ്പൊ ഡയറക്റ്റ് കോമൺ ടാൻജന്റ് എത്രയാ? 12 സെന്റിമീറ്റർ. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ 12 സെന്റിമീറ്റർ. ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഡയറക്റ്റ് കോമൺ ടാൻജന്റ് ഈ കേസ് വരുന്നത് ഇനിയിപ്പോ കൊളൈഡ് ചെയ്ത് വരുന്നവരും അകത്ത് ഇന്റേണലി ടച്ച് ചെയ്യുന്നവരും അങ്ങനെ കുറച്ച് എന്താ പറയുന്ന കാര്യങ്ങൾ, കുറച്ച് മോഡൽസ് വരും. അപ്പൊ അതിന്റെ എല്ലാം ആ ഫിഗർ നിങ്ങളുടെ മനസ്സിൽ വെക്കുക, പഠിച്ചു വെക്കുക. ആ ഫിഗർ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കണം. ആ ഫിഗർ എങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത്, ഇന്റേണലി എക്സ്റ്റേണലി കൊളൈഡ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ആ ഫിഗേഴ്സ് നിങ്ങളുടെ മനസ്സിലും ആ ഡയറക്റ്റ് കോമൺ ടാൻജന്റ് നിങ്ങൾ ആ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഇക്വേഷൻസ് എഴുതി നിങ്ങൾ ആ ഇമേജ് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാവും. ഇമേജ് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഓണം, അതിനെ നമ്മൾ പറഞ്ഞു ഓണമാണ്. നമ്മൾ എല്ലാവരും ആഘോഷത്തിന്റെ രാവുകളിലാണ്. അപ്പോൾ ദിശ അക്കാഡമി അതിനോടൊപ്പം ചേരുകയാണ്. ഓണത്തിന് നമ്മുടെ ദിശ അക്കാഡമിയിലെ എല്ലാ ഓൺലൈൻ കോഴ്സസിനും, SSC, റെയിൽവേ, ബാങ്ക് തുടങ്ങിയ എല്ലാ കോഴ്സസിനും, എല്ലാ ഓൺലൈൻ കോഴ്സസിനും 20% ഡിസ്കൗണ്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 24 മുതൽ 31 വരെയുള്ള തീയതികളിലായിരിക്കും ഈ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പരമാവധി ഉപയോഗിക്കാൻ. 20% ഓഫ് ആണ്.
ആണ്, ഡയറക്റ്റ് 20% ഓഫ് ആണ്. ഓണം 20 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഓഫറിന്റെ ഭാഗമാകാവുന്നതാണ്. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓണം ഏത് കോഴ്സാണോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കോഴ്സിന്റെ കൂപ്പൺ പർച്ചേസ് ചെയ്യുമ്പോൾ കൂപ്പൺ കോഡായിട്ട് ഓണം 20 എന്ന കോഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഓഫർ അവൈലബിൾ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകും. ഒരുപാട് സമയം നമുക്ക് കളയണ്ട, ഇതെല്ലാവരും അറിയിക്കുക കേട്ടോ. നിങ്ങളിപ്പോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്. ഇപ്പൊ അല്ലാത്തവരെയും കൂടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെ കൂടി എന്ത് ചെയ്യുക എന്ന് അറിയിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A 40 liter mixture contain juice and water in the ratio 5:3. ഒരു ജാറിൽ അല്ലെങ്കിൽ ഒരു ജഗ്ഗിൽ എന്ത് 40 ലിറ്റർ എന്ത് ചെയ്യുക, ഒരു കണ്ടെയ്നറിനകത്ത് 40 ലിറ്റർ സാധനങ്ങൾ ഇരിക്കുക. അതിനകത്ത് ജ്യൂസ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ എന്താണ്? ജ്യൂസും വാട്ടറും ഏത് റേഷ്യോയിലാണ് ഇരിക്കുന്നത്? 5:3 റേഷ്യോയിലാണ് ഇരിക്കുന്നത്. ജ്യൂസ് 5 യൂണിറ്റും നമ്മുടെ വാട്ടർ എന്താ 3 യൂണിറ്റും. ഓക്കെ, ആദ്യം നമുക്ക് ജ്യൂസ് വാട്ടർ, ജ്യൂസ് ഈസ് ടു വാട്ടർ നോക്കി ഏത് റേഷ്യോയിലാണ് ഇരിക്കുന്നത്? 5:3 റേഷ്യോയിലാണ്. ഈ 5:3 റേഷ്യോയുടെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്താ? 40 ലിറ്റർ. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വാട്ടർ ലിറ്റേഴ്സ് മസ്റ്റ് ബി ആഡഡ് ടു ദിസ് മിക്സർ? ഇവിടെ എന്താ ആഡ് ചെയ്യുന്നത്? വാട്ടർ ആഡ് ചെയ്യാണ്. എന്ത് ചെയ്യാം? must be added to this mixture to change the ratio of juice to water to 2:3. ഈ ജ്യൂസ് വാട്ടർ റേഷ്യോ എന്താക്കി മാറ്റണം? 2:3 റേഷ്യോ ആക്കി മാറ്റാൻ വേണ്ടി എത്രത്തോളം വാട്ടർ വെള്ളം ആഡ് ചെയ്യാം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? 40 ലിറ്റർ മിക്സർ ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്? ജ്യൂസും വെള്ളവുമാണ്. ജ്യൂസും വെള്ളവും ഏത് റേഷ്യോയിലായിരിക്കുന്നത്? 5:3 റേഷ്യോയിലാണ്. എത്ര ലിറ്റർ വെള്ളം ആഡ് ചെയ്താൽ ഈ ഒരു മിക്സറിന്റെ റേഷ്യോ 2:3 ആയി മാറും? ഇതാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരിക്കാം. ഇവിടെ ആരെയാണ് ആഡ് ചെയ്യുന്നത്? ജ്യൂസും വെള്ളവും ഒരേപോലെ ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ജ്യൂസ് അവിടെ തന്നെ ഇരിക്കുക. പക്ഷെ ജ്യൂസിന്റെ യൂണിറ്റ് നോക്കി, ഇവിടെ 5ഉം ഇവിടെ 2ഉം സെയിം ആണോ? ജ്യൂസിന്റെ ക്വാണ്ടിറ്റിക്ക് 2 വട്ടവും അല്ലെങ്കിൽ ആദ്യവും അവസാനവും വെള്ളം ആഡ് ചെയ്തപ്പോഴും വെള്ളം ആഡ് ചെയ്യാതെ ആദ്യം ഇനിഷ്യലിലും ഫൈനലിലും തുടക്കത്തിലും അവസാനത്തിലും ജ്യൂസിന്റെ ക്വാണ്ടിറ്റിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ജ്യൂസിന്റെ ക്വാണ്ടിറ്റിക്ക് യാതൊരു വിധമായ മാറ്റവും ഇല്ല. പക്ഷെ ഇവിടെ റേഷ്യോ നോക്കി 5 യൂണിറ്റും 2 യൂണിറ്റും. ഇതങ്ങ് സെയിം ആക്കിയാൽ പോരെ? 5ഉം 2ഉം എങ്ങനെ സെയിം ആക്കാം? ഇവിടെ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റേഷ്യോ ആകുമ്പോൾ രണ്ടിടത്തും ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തായി? ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. ജ്യൂസ് വാട്ടർ റേഷ്യോ 5 ഇൻറ്റു 2 എത്രയാണ്? 10. 2 ഇൻറ്റു 3 6. ഇവിടെയും 5 ഇൻറ്റു 2 10. ജ്യൂസിന്റെ ക്വാണ്ടിറ്റി സെയിം ആയില്ലേ? നമ്മൾ സെയിം ആക്കിയില്ലേ? ഓക്കെ, പിന്നെ 5 ഇൻറ്റു 3 15 കഴിഞ്ഞു. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇത്രയേ ഉള്ളൂ. ഇത്രയും നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി നോക്കി 6 യൂണിറ്റ് ആയിരുന്ന വെള്ളം ഇപ്പൊ എത്ര യൂണിറ്റ് ആയി? 15 യൂണിറ്റ് ആയി. എത്ര യൂണിറ്റ് കൂടി? 9 യൂണിറ്റ് ആണ് ഇവിടെ കൂടിയത്. നോക്കി, അപ്പൊ നമ്മുടെ ആൻസർ വെള്ളം എത്ര കൂടി എന്നതിന്റെ ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ ആവേണ്ടേ? 9 ഇൻറ്റു സംതിങ് ആവേണ്ടേ നമ്മുടെ ആൻസർ? നോക്കി, 9ന്റെ മൾട്ടിപ്പിൾ എത്ര ഓപ്ഷൻ ഉണ്ട്? 25 9 മൾട്ടിപ്പിൾ ആണോ? അല്ല. 15.5 9ന്റെ മൾട്ടിപ്പിൾ ആവുമോ? അല്ല. 22.5 9ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. ഒരു ഓപ്ഷൻ കിട്ടി. അടുത്ത 30 9ന് മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 22.5 മാത്രമാണ് നമ്മളുടെ ആൻസർ. അല്ലാന്നുണ്ടെങ്കിൽ നോക്കി എങ്ങനെ നമുക്ക് ചെയ്യാം? നോക്കിയിടേ, ഈ ആദ്യത്തെ ഇനിഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ? 40 ലിറ്റർ അല്ലേ? അതായത് 10 + 6 അല്ലേ ഇവിടെ ഉള്ളത്? 16 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 40 ലിറ്റർ ആണ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ വരും? 40 ഡിവൈഡഡ് ബൈ 16 അല്ലേ? 40 ഡിവൈഡഡ് ബൈ 16 അല്ലേ വരുന്നത്? 40 ഡിവൈഡ് ബൈ 16 എന്താ? 5 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ഡിവൈഡ് ബൈ 2 ലിറ്റർ. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 5 ഡിവൈഡ് ബൈ 2 ലിറ്റർ. നമുക്ക് എന്തിന് ആൻസർ വേണ്ടത്? 9 യൂണിറ്റിന് ആൻസർ അല്ലേ വേണ്ടത്? അപ്പൊ 9 യൂണിറ്റ് എന്താ? 9 ഇൻറ്റു 5 ബൈ 2 ലിറ്റർ എത്ര വരും? 45 ഡിവൈഡ് ബൈ 2 ലിറ്റർ എത്ര വരും? 22.5 ലിറ്റർ. 22.5 ലിറ്റർ വെള്ളമാണ് എന്ത് ഇവിടെ ആഡ് ചെയ്യുന്നത്. 2 രീതിയിൽ നിങ്ങൾക്ക് പോവാം. ഈ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ആൻസേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ്
കുറവായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ 9ന്റെ മൾട്ടിപ്പിൾ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 7ന്റെ മൾട്ടിപ്പിൾ, 13ന്റെ മൾട്ടിപ്പിൾ, 19ന്റെ മൾട്ടിപ്പിൾ, ഇങ്ങനെ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഓപ്ഷൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതുകൊണ്ട് ആ ഒരു മൾട്ടിപ്പിൾ ആണ് നമ്മളുടെ ആൻസർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ആദ്യം ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം മെത്തേഡിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഈ ഒരു വഴി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോവാം. Two oils priced at 90 per kg and 150 per kg are blended and sold at 144 per kg, achieving a profit of margin 20%. What is the ratio of two oils in the mixture? Okay, രണ്ട് ഓയിലിന്റെ വെറൈറ്റീസ് നമുക്കതിനെ എ വെറൈറ്റി, ബി വെറൈറ്റി എന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ആദ്യത്തെ ഓയിലിന്റെ എ വെറൈറ്റിയുടെ പ്രൈസ് എന്താ? കിലോയ്ക്ക് 90 രൂപ. ഇത് ആദ്യമേ നിങ്ങൾ ഇത് കിട്ടുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം, അലിഗേറ്റ് ചെയ്യണം. വേറെ ഒരു മെത്തേഡും സ്വീകരിക്കരുത്. കമ്പൈൻഡ് ആയിട്ട് ഇവിടെ വാല്യൂ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, രണ്ട് വാല്യൂസ് അപ്പുറത്തും അലിഗേഷൻ തന്നെ പോകാം. ഓക്കെ, ഫസ്റ്റ് വെറൈറ്റിയുടെ 1 കിലോയ്ക്ക് 90 രൂപ. രണ്ടാമത്തെ വെറൈറ്റി എന്താ? 150 രൂപ. ആർ ബ്ലെൻഡഡ് ആൻഡ് സോൾഡ് അറ്റ് 144 per kg. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ആദ്യത്തെ ഈ 90, 150 എന്താ? ഓക്കെ, ടു ഓയിൽസ് പ്രൈസ്ഡ്, അതിന്റെ പ്രൈസ് ആണ് എന്ത്? 90, 150 കോസ്റ്റ് പ്രൈസ് ആണ്. അത് നിർമ്മിക്കാൻ നിങ്ങൾക്ക് എത്ര, അല്ലെങ്കിൽ ആ കമ്പനിക്ക് എത്ര ചിലവായോ അതാണ് എന്ത് അവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന 90, 150. 90, 150 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പക്ഷെ ഈ താഴത്തെ നോക്കി, ഈ താഴത്തെ ഈ 144 എന്ന് പറയുന്നത് എന്താ? അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് ആണ്. ക്ലിയർ ആണോ? സോൾഡ് ആറ്റ് റുപ്പീസ് എന്ത്? ഈ രണ്ട് വെറൈറ്റി മിക്സ് ചെയ്ത് എത്ര രൂപയ്ക്ക് വിറ്റു? 144 രൂപ. 1 കിലോയ്ക്ക് 144 രൂപയ്ക്ക് വിറ്റു. അതെന്താ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് ആണ്. നമ്മൾ അലിഗേറ്റ് ചെയ്യുമ്പോൾ ഈ മൂന്ന് വാല്യൂസും, ഇവിടെയുള്ള വാല്യൂ നമുക്ക് നടുക്ക് കമ്പൈൻഡ് ആയിട്ട് എഴുതാൻ പോകുന്ന വാല്യൂസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ ഇവിടെയും കോസ്റ്റ് പ്രൈസ്, ഇവിടെയും കോസ്റ്റ് പ്രൈസ്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ ഇവിടെ സെല്ലിംഗ് പ്രൈസ്, ഇവിടെയും സെല്ലിംഗ് പ്രൈസ്. ഇവിടെ കോസ്റ്റ് പ്രൈസ് ആയതുകൊണ്ട് ഇത് എന്തായിരിക്കണം? കോസ്റ്റ് പ്രൈസ് തന്നെ ആയിരിക്കണം. ഓക്കെ, എത്ര ശതമാനമാണ് പ്രോഫിറ്റ്? 20% അല്ലേ? അപ്പൊ 20% പ്രോഫിറ്റ് അല്ലേ ഈ 140 ബിയർ ചെയ്യുന്നത്? ഓക്കെ, റേഷ്യോ 20% എന്ന് വെച്ചാൽ എന്താ? 1/5. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ? പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് വെച്ചാൽ എന്താ? പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് അല്ലേ? അപ്പൊ കോസ്റ്റ് പ്രൈസ് യൂണിറ്റ് 5, സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റ് എന്താ? 1. അപ്പൊ സെല്ലിംഗ് പ്രൈസിന്റെ യൂണിറ്റ് എന്താ? 5+1. പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് പ്രൈസ് അല്ലേ? സെല്ലിംഗ് പ്രൈസ് 5+1 എത്രയാ? 6 യൂണിറ്റ് ആണ് എന്ത്? കോസ്റ്റ് പ്രൈസിന്റെ, സെല്ലിംഗ് പ്രൈസിന് യൂണിറ്റ് വരിക. അതാണ് എന്ത്? 144. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 5 യൂണിറ്റ് കാര്യം കണ്ടുപിടിക്കണം. അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 144 എന്ന് പറയുന്നത് 6 യൂണിറ്റ് ആണെങ്കിൽ 5 യൂണിറ്റ് എത്രയാണ്? ഇതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, കട്ട് ചെയ്ത് നോക്കി, എന്ത് കിട്ടും ഇവിടെ? 2, 4. 24 × 24 × 5 എന്താ? 120. ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാ? ആ നമ്പറിന്റെ പകുതി എടുക്കുക. 24 പകുതി എത്ര? 12. ആ കിട്ടിയതിനെ എന്ത് ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 12 × 10 എന്താ? 120. കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടി 120. നോക്കി, അപ്പൊ താഴെ ക്വാണ്ടിറ്റീസ് വന്നു. ഇവിടെ എന്താ വന്നത്? കിലോഗ്രാം. എങ്ങനെയാണ് താഴെ കിലോഗ്രാം ക്വാണ്ടിറ്റി നമുക്ക് വേണ്ടത്? ആ റേഷ്യോയിൽ നമുക്ക് വേണ്ടത്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ടു ഓയിൽസ് ഇൻ ദ മിക്സ്ചർ? രണ്ട് മിക്സ്ചറിലുള്ള രണ്ട് വെറൈറ്റി ഓയിൽസിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്? കിലോഗ്രാം അല്ലേ വേണ്ടത്? നോക്കി, എപ്പോ നിങ്ങൾ അലിഗേറ്റ് ചെയ്താലും ഡിനോമിനേറ്ററിൽ വരുന്നതായിരിക്കും റേഷ്യോയുടെ താഴെ വരിക. ഇവിടെ ഡിനോമിനേറ്റർ എന്താ? പെർ കെ ജി. കിലോഗ്രാം അല്ലേ? അപ്പൊ താഴെ എന്താ? ക്വാണ്ടിറ്റിയുടെ റേഷ്യോ തന്നെയായിരിക്കും വരിക. ക്ലിയർ ആണോ? നോക്കിയിട്ടേ, 120 വലുതിന് ചെറുത് കുറയ്ക്കുക. 120 - 90, 120 - 90 30. 150 - 120 എത്രയാ? 30. 30:30 കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 1:1. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ? 1:1. ക്ലിയർ ആണോ? ആൻസർ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യനിൽ പ്രശ്നം വരാൻ പോകുന്നത് നിങ്ങൾ ഈ സെല്ലിംഗ് പ്രൈസ് കൺവേർട്ട് ചെയ്യില്ല. ക്ലിയർ ആണോ? നീ ഇപ്പൊ 100% നിങ്ങൾ കോസ്റ്റ് പ്രൈസ് എടുത്താൽ 20% എന്താ? പ്രോഫിറ്റ് ആണ്. 120% എന്ത് വരുന്നത്? സെല്ലിംഗ് പ്രൈസ് വരുന്നത്. 120% എന്ന് പറഞ്ഞാൽ 144. അങ്ങനെയാണെങ്കിൽ 100% എത്രയാണ്? അത് തന്നെയാണ് റേഷ്യോയിൽ ചെയ്തത്. ആ കൺവേർട്ട് ചെയ്തിരിക്കണം, മറക്കരുത്. കൺവേർഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലേ നിങ്ങളുടെ ആൻസർ തെറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 cars X and Y starts from points 360 km apart. ഓക്കെ, ആദ്യം അത് നമുക്കൊന്ന് വരച്ചു നോക്കാം. രണ്ട് കാറുകൾ
എക്സും വൈയും. രണ്ട് കാറുകളാണ്. എത്ര കിലോമീറ്റർ, എത്ര ദൂരത്തിലാണ് ഇവർ നിൽക്കുന്നത്? ഇവർ തമ്മിലുള്ള ദൂരം 360 കിലോമീറ്റർ ദൂരത്തിലാണ് ഇവർ രണ്ടുപേരും നിൽക്കുന്നത്. ഓക്കെ, ഇഫ് ദേ മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ, ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുക? മൂവ് ടുവേർഡ്സ്. നോക്കി, ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. രണ്ട് ബോഡീസ് മൂവ്മെന്റിലായാൽ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിലോ പോവുകയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന സ്പീഡിന്റെ പേരെന്താ? ഇൻഡിവിജ്വൽ സ്പീഡാണോ? അല്ല, റിലേറ്റീവ് സ്പീഡാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. റിലേറ്റീവ് സ്പീഡാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. സിംഗിൾ ആയിട്ട് ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ റിലേറ്റീവ് സ്പീഡിന് ആവശ്യമില്ല. പക്ഷെ രണ്ട് ബോഡീസും ഇൻ മോഷൻ ആണ് എങ്കിൽ, ട്രാവൽ ചെയ്യുകയാണ് എങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന സ്പീഡ് എന്താണ്? റിലേറ്റീവ് സ്പീഡാണ്. ക്ലിയർ ആണോ? ആദ്യത്തെ കണ്ടീഷൻ നോക്കി. If they move towards each other, they meet in 4 hours. അവർ രണ്ടുപേരും മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ, രണ്ടുപേരും എന്താ ടുവേർഡ്സ് ഈച്ച്, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരികയാണ് എങ്കിൽ അവർ എത്ര സമയം കൊണ്ട് മീറ്റ് ചെയ്യും? 4 മണിക്കൂർ കൊണ്ട്. നോക്കി, എക്സിന്റെ സ്പീഡ് ഞാൻ S1 എന്നും വൈയുടെ സ്പീഡ് S2 എന്നും ഞാൻ എടുക്കുകയാണ്. നോക്കി, they meet in 4 hours. നോക്കി, ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ വരുന്നത്. റിലേറ്റീവ് സ്പീഡ് എന്താ? പ്ലസ് ആയിരിക്കും. S1 പ്ലസ് S2 ഇതല്ലേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ റിലേറ്റീവ് സ്പീഡ്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നിങ്ങൾ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യാനിരിക്കട്ടെ, ഒരു ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു. ഒരു ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വണ്ടി വരും, നിങ്ങൾ ഇങ്ങനെ പോകുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ബസ് തന്നെ വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് അതിലിരിക്കുന്ന ആൾക്കാരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ ബൈക്ക് അല്ലെങ്കിൽ ആ ഒരു വാഹനം, ആ ഒരു ബസ് പാസ് ചെയ്ത് പോകില്ലേ നിങ്ങളെ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ എന്തായിരിക്കും? സ്പീഡ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് S1 പ്ലസ് S2. ഇനി നോക്കി, സെയിം ഡയറക്ഷനിൽ പോവാം. നിങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്തിരിക്കുക, നിങ്ങളെ ചേസ് ചെയ്ത ഒരു വാഹനം, ഒരു കാർ, ഒരു ബസ്സിൽ തന്നെ ആയിരിക്കട്ടെ, ഒരു ബസ് നിങ്ങൾ ഇരിക്കുന്നു, അടുത്തൊരു ബസ് എന്ത് ചെയ്യാം? നിങ്ങളുടെ പാരലി നിങ്ങളെ ഇങ്ങനെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കാം. നിങ്ങൾക്ക് അതിലിരിക്കുന്ന എത്ര സ്പീഡിൽ പോകുന്ന വാഹനമായാലും നിങ്ങൾക്ക് അതിലിരിക്കുന്ന ഓരോരുത്തരെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എന്ത് ചെയ്യാം? സെയിം ഡയറക്ഷനിലാണെങ്കിൽ റേറ്റ് സ്പീഡ് എന്തായിരിക്കും? മൈനസ് ചെയ്യണം. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, S1 പ്ലസ് S2 എന്താ? സ്പീഡ്. സ്പീഡ് എന്ന് വെച്ചാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? 360 കിലോമീറ്റർ ആണ് പോകുന്നത്. എത്ര സമയം കൊണ്ട്? 4 മണിക്കൂർ കൊണ്ട്. 360 ഡിവൈഡഡ് ബൈ 4 എന്ത് വരും? 90. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിലേറ്റീവ് സ്പീഡ് എന്താ? 90 കിലോമീറ്റർ പെർ അവർ. ഇനി അത് നോക്കി, if they move in same direction they meet in the 12 hours. What is the speed of the car X? ആദ്യത്തെ കാറിന്റെ S1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. assume X is faster car. ഇത് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ എന്തായിരിക്കും വരുന്നത്? മൈനസ് ആയിരിക്കും. സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ നമ്മൾ മൈനസ് ചെയ്തിരിക്കണം. അപ്പോൾ എന്താ? S1 വലുതായതുകൊണ്ട് S1 ആദ്യം കൊടുക്കുക. S1 മൈനസ് S2 എന്ത് വരും? നോക്കി, ഡിസ്റ്റൻസ് 360. സെയിം ഡയറക്ഷൻ ആകുമ്പോൾ മൈനസ് ആണ് റിലേറ്റീവ് സ്പീഡ്. 360 എത്ര മണിക്കൂറുണ്ടാണ് ട്രാവൽ ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാണുന്നത്? 12 മണിക്കൂറുണ്ട്. 360 ഡിവൈഡഡ് ബൈ 12 എത്രയാ? 30. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻ ആണ് കിട്ടിയത്. ഞാൻ അങ്ങോട്ട് മാറ്റി എഴുതാം. ഇത് നമുക്ക് S1 കണ്ടുപിടിക്കാം. S1 പ്ലസ് S2 ഈക്വൽ ടു 90. S1 മൈനസ് S2 ഈക്വൽ ടു 30. ഓക്കെ, നമുക്ക് S1 കണ്ടുപിടിക്കാം. ഓക്കെ, ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുക. നോക്കി, ഇത് നമ്മൾ ആഡ് ചെയ്ത് നോക്കി. S1 പ്ലസ് S2 എന്താ? 2S1. S2 പ്ലസ് മൈനസ് S2 എന്താ? ക്യാൻസൽ ആയി പോയില്ലേ? ഇപ്പൊ എന്തോരും 0 അല്ലേ വരത്തുള്ളൂ. ഈക്വൽ ടു എന്താ? 90 പ്ലസ് 30 120. S1 കിട്ടിയില്ല നമുക്ക് ഇവിടുന്ന്. S1 ഈക്വൽ ടു എന്താ? ഈ മൾട്ടിപ്ലൈ ചെയ്തത് ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ആവും. 120 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 60 കിലോമീറ്റർ പെർ അവർ ആണ് S1 ന്റെ സ്പീഡ് വരുന്നത്. S2 ന്റെ സ്പീഡ് നോക്കിയാണെങ്കിൽ എന്താ? ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക. നോക്കിയേ, 60 പ്ലസ് S2 ഈക്വൽ ടു 90. 60 പ്ലസ് S2 ഈക്വൽ ടു 90 അല്ലേ? അപ്പൊ S2 ഈക്വൽ ടു എന്താ? 90 മൈനസ് 60 എത്ര വരും? 30. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാറ്റി വെക്കരുത്. ഇവിടെ റിലേറ്റീവ് സ്പീഡ് എന്താണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പെട്ടെന്ന് പോവാം. A circular pizza having a radius of 21 centimeter, if 75% of it is eaten, what is the area of pizza remain? ഒരു പിzzയുടെ കേസ് ആണ് പറയുന്നത്. പിസ്സ റൗണ്ട് ആയിരിക്കുമല്ലോ. റൗണ്ട് ആയിട്ടുള്ള പിസ്സ, അതിന്റെ റേഡിയസ് എന്താണ്? അതിന്റെ സെന്ററിലുള്ള റേഡിയസ് 21 സെന്റിമീറ്റർ ആണ്. If 75% of it is eaten, അതിന്റെ 75% എന്ത് ചെയ്തു? കഴിച്ചു തീർത്തു. 75% കഴിച്ചു തീർത്തു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ബാക്കിയുള്ള റിമൈനിങ് പിസ്സയുടെ ഏരിയ കണ്ടുപിടിക്കാം. നോക്കി, 75% കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഒരു സർക്കിൾ എന്ന് വെച്ചാൽ എത്ര ക്വാർട്ടറാ? 4 ക്വാർട്ടർ അല്ലേ?
അതായത് ഇങ്ങനെയുള്ള 4 ക്വാർട്ടർ ചേരുന്നതല്ലേ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4. അതിൽ 3 ക്വാർട്ടർ കഴിഞ്ഞു. 3 ക്വാർട്ടർ എന്ത് ചെയ്തു? ഒരു കഴിച്ചു കഴിഞ്ഞു. ബാക്കി എന്ത് ചെയ്യാം? ബാക്കിയുടെ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, ഏരിയ ഓഫ് സർക്കിൾ എന്ത് വരും? പൈ ആർ സ്ക്വയർ അല്ലേ? പൈ ആർ സ്ക്വയർ അല്ലേ? പൈ എന്താ? ഒന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് 22/7 ഇൻറ്റു റേഡിയസ് സ്ക്വയർ എന്താ? 21 ഇൻറ്റു 21 ഇൻറ്റു. ഇനി എന്താണ് ചെയ്യേണ്ടത്? 75% പോയി. ബാക്കി എത്ര ഉള്ളു? 25% അല്ലേ? 25% മൊത്തവും 100%മാണ് ടോട്ടൽ വരുന്നത്. 25% ഡിവൈഡ് ബൈ 100 എന്താ? 25% ഡിവൈഡ് ബൈ 100 1/4 കണ്ടുപിടിക്കാം. ഓക്കെ, 7 21 ക്യാൻസൽ ആയി, 3 വന്നു. ഓക്കെ, 4 22 ക്യാൻസൽ ആയി, ഇവിടെ 2 വന്നു, 11 വന്നു. നമുക്ക് എന്താ? 11 into 3 into 21 divided by 2 ആണ് എന്ത് നമ്മളുടെ ആൻസർ വരിക. 11 into 3 into 21 divided by 2. നോക്കി, 21 to 3 എന്താ? 63. 11 into 63 divided by 2. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തതെന്ന് ചോദിച്ചാൽ 11നെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. എങ്ങനെയാ? ഏതാ ലാസ്റ്റ് ഡിജിറ്റ് അതേപോലെ എഴുതുക 3. ഈ 2 ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യുക. 6 + 3 9. പിന്നെ ആദ്യത്തെ ഡിജിറ്റ് അതേപോലെ എഴുതുക 6 divided by 2. 693 divided by 2 ആണ് വരുന്നത്. 6 divided by 2 3. 3 തുടങ്ങുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആൻസർ എന്താ? 346.5 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഒരുപാട് ഐഡിയ ഒന്നും യൂസ് ചെയ്യേണ്ട. ഏരിയ ഓഫ് സർക്കിൾ എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പൈ ആർ സ്ക്വയർ ആണ്. 75% പീസ ഈറ്റ് ചെയ്തു, അവർ കഴിച്ചു കഴിഞ്ഞു. ബാക്കി 25% മൊത്തം 100% ആണെങ്കിൽ 25% എന്താ? 1/4 പാർട്ടാണ്. 25/100 എന്ന് പറഞ്ഞാൽ 1/4 പാർട്ടാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഏരിയ മാത്രം കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A ring-shaped disc has outer radius 10 centimeter and inner radius of 7 centimeter. What is the approximate ratio of the ring's area to the whole outer circle? Okay, ഒരു റിംഗ്, ഒരു മോതിരം അല്ലെങ്കിൽ എന്ത് ചെയ്യാ? ഒരു റിംഗ്, നമ്മുടെ കിണറിലൊക്കെ റിംഗ് ഇല്ലേ, അത് എങ്ങനെ ഇരിക്കുന്നത്? വെളിയിലൊരു സർക്കിൾ കാണും, പിന്നെ എന്ത് ചെയ്യാം? അകത്തും എന്ത് ചെയ്യാം? ഒരു സർക്കിൾ കാണും. നമുക്ക് ഒന്ന് മാറ്റി എഴുതാം. ഓക്കെ, അകത്തും എന്ത് ചെയ്യാം? ഒരു സർക്കിള് കാണാം. ഓക്കെ, നോക്കി, റിംഗ് ഷേപ്ഡ് ഡിസ്ക് ഇതാണ് ആ ഒരു എന്താ മെറ്റൽ പാർട്ട് അല്ലെങ്കിൽ ആ ഒരു കോൺക്രീറ്റ്. ഇതെന്ത് ചെയ്യും? അകത്തെ ഹോളോ ആയിരിക്കും. നോക്കി, റിംഗ് ഷേപ്ഡ് ഡിസ്ക് ഹാസ് ഔട്ടർ റേഡിയസ്. ഇതിന്റെ സെന്ററിൽ നിന്ന് ഇതിന്റെ ഔട്ടിലേക്കുള്ള റേഡിയസ് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ ആണ്. നോക്കി, ആൻഡ് ഇന്നർ റേഡിയസ്, അകത്തുള്ള റേഡിയസ് എത്രയാ? 7 സെന്റിമീറ്റർ ആണ്. 7 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് റേഷ്യോ ഓഫ് ദ റിംഗ്സ് ഏരിയ ടു ദ ഹോൾ ഔട്ടർ സർക്കിൾ? റിംഗിന്റെ ഏരിയ, റിംഗ് വരുന്ന എവിടാ? റിംഗിന്റെ ഏരിയ നോക്കി, അകത്തുള്ള ഈ ഹോളോ പാർട്ടല്ലേ റിംഗ് വരുന്നത്, അതിന്റെ ഏരിയ പിന്നെന്താ? ഈ ഔട്ടർ സർക്കിളിന് മൊത്തത്തിലുള്ള ഏരിയയുടെ റേഷ്യോ. നോക്കി, റിംഗിന്റെ ഏരിയ എന്തുവരും? ഈ വലിയ സർക്കിളിൽ നിന്ന് ഈ ചെറിയ സർക്കിൾ കുറയ്ക്കുന്നതല്ലേ റിംഗിന്റെ ഏരിയ? ഈ വലിയ സർക്കിളിൽ നിന്ന് ഈ ചെറിയ സർക്കിൾ കുറച്ചാൽ മാത്രമല്ലേ അകത്തുള്ള പാർട്ടിന് ഏരിയ കിട്ടൂ. നോക്കി, അപ്പൊ എന്ത് ചെയ്യാം? പൈ ഇൻറ്റു എന്താ? പൈ ആർ സ്ക്വയർ അല്ലേ ഏരിയ? പൈ ഇൻറ്റു 10 സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു 7 സ്ക്വയർ അല്ലേ? ഡിവൈഡഡ് ബൈ എന്ത്? റിംഗ്സ് ഏരിയ ടു ദ ഹോൾ ഔട്ടർ സർക്കിൾ ഏരിയ. മൊത്തത്തിൽ ഔട്ടർ സർക്കിൾ ഏരിയ എന്താ? പൈ ഇൻറ്റു 10 സ്ക്വയർ. പൈ ഇൻറ്റു 10 സ്ക്വയർ. നോക്കി, അപ്പോൾ ഇതാ പൈയും കോമൺ എടുത്തൂടെ? പൈ കോമൺ എടുക്കുമ്പോൾ എന്താ വരുന്നത്? 10 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 10 സ്ക്വയർ. ഇതല്ലേ വരുന്നത്? ഇതാണല്ലോ വരുന്നത്. ഓക്കെ, നോക്കി, 10 സ്ക്വയർ എന്താ? നോക്കി, പൈയും ക്യാൻസൽ ആയി പോയില്ലേ? 10 സ്ക്വയർ 100. 100 മൈനസ് 7 സ്ക്വയർ എന്താ? 49. 100 മൈനസ് 49 51 ഡിവൈഡഡ് ബൈ എന്ത്? 10 സ്ക്വയർ എന്താ? 100. നോക്കി, റേഷ്യോ 51:100. നോക്കി, എവിടെയെങ്കിലും ആൻസർ ഉണ്ടോ? ഇല്ല, ആൻസർ ഇല്ല. അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് റേഷ്യോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് റേഷ്യോ ആണ്. അപ്പൊ 51നെ എന്ത് ചെയ്യാം? 50 ആക്കി എടുക്കുക. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. 50 ഡിവൈഡഡ് ബൈ 100 അടുത്തിറക്കണം. 51 അടുത്തിറക്കുന്നത് 50 അല്ലേ? കാരണം 1:2 റേഷ്യോ ആണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. 1/2 എന്നേ വരാൻ സാധ്യതയേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് 50 ആക്കി എടുക്കുക. 50/100 എത്രയാ? 1/2. അല്ലെങ്കിൽ നമ്മുടെ ആൻസർ എന്താ? 1:2. ആൻസർ ഉണ്ട് ഓപ്ഷനിൽ. ആൻസർ ഉണ്ട്. ആൻസർ കിടപ്പുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ റേഷ്യോ കണ്ടുപിടിക്കാനാണ്. ആ ഏരിയ എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ.
A bicycle wheel having a radius of 35 centimeter. ഒരു ബൈസിക്കിളിന്റെ വീലിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താ 35 സെന്റിമീറ്റർ ആണ്. What percentage of its circumference is covered in a quarter turn? Okay. എത്ര ശതമാനമാണ് ഒരു ക്വാർട്ടർ ടേൺ ചെയ്യുമ്പോൾ എന്ത് കവർ ചെയ്യുന്നത്? എത്ര ശതമാനം സർക്കംഫറൻസ് ആണ് ഒരു ക്വാർട്ടർ ടേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് കവർ ചെയ്യുന്നത്? നോക്കി, ഒരു ക്വാർട്ടർ, സർക്കിളിന്റെ ഒരു ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്താ? 4/1 അല്ലെ? ഇതല്ലേ ഒരു ക്വാർട്ടർ വരുന്നത് ആണല്ലോ. അപ്പൊ എത്ര ക്വാർട്ടർ ചേരുന്നതാണ് സർക്കിള്? 1, 3, 4 ക്വാർട്ടർ ചേരുന്നതാണ് ഒരു സർക്കിൾ വരുന്നത് ആണല്ലോ. ആണ്. ഈ ഒരു ക്വാർട്ടർ നോക്കി, ഇവിടുന്ന് തുടങ്ങാതിരിക്കട്ടെ, ഇവിടുന്ന് വന്ന് ഒരു ക്വാർട്ടർ കഴിയുമ്പോൾ എത്ര ശതമാനം, എത്ര പെർസെന്റേജ് സർക്കംഫറൻസ് ആണ് കവർ ആവുന്നത്? ഇതാണ് എന്ത് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? നോക്കി, ഒരു ക്വാർട്ടർ തിരിയുമ്പോൾ എത്ര പെർസെന്റേജ് കവർ ആവുന്നത്? ടോട്ടൽ എത്രയാ? 100% അല്ലേ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? ഒരു ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്താ? 1/4 അല്ലേ? 4/1 അല്ലേ? 100% ഡിവൈഡ് ബൈ 4 എത്രയാടാ? 25% അല്ലേ ടേൺ ചെയ്യുന്നത്? നമ്മുടെ ആൻസർ ഉണ്ടോ? ആൻസർ ഉണ്ട്. ഈ റേഡിയസ് ഒക്കെ ഇവിടെ ചുമ്മാ കൊടുത്തിരിക്കുന്ന, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഡേറ്റാസ് ആണ് അതൊക്കെ. ഒന്നിന്റെ ആവശ്യമില്ല. ഒരു ബൈസിക്കിളിന്റെ ടയർ ഒരു ക്വാർട്ടർ ടേൺ ചെയ്താൽ എത്ര സർക്കംഫറൻസ് ആണ് കവർ ചെയ്യുക? ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ബൈസിക്കിളിന്റെ ഒരു ക്വാർട്ടർ ടേൺ, ഒരു സർക്കംഫറൻസ്, ഒരു ടയറിലെ ക്വാർട്ടർ ടേൺ നടത്തിയാൽ എത്ര ശതമാനം കവർ ചെയ്യും? ടോട്ടൽ ക്വാണ്ടിറ്റി എപ്പോഴും എന്തായിരിക്കും? 100% ആയിരിക്കും. ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്താ? 4/1 അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? 100% ഡിവൈഡ് ബൈ 4 എത്രയാണ് വരുന്നത്? 25% എന്ത് ടേൺ ചെയ്യുന്നത്. വെറുതെ ഇതിൽ കൺഫ്യൂസ്ഡ് ആവരുത്. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരു ഉദ്ദേശവും ഇതിനില്ല. നിങ്ങളുടെ സമയം കളയുക. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ കൺഫ്യൂസ്ഡ് ആവും. ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ എന്നുള്ള കൺഫ്യൂഷൻ വരും. കഴിഞ്ഞ CGL എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോ ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ മുൻധാരണയോട് കൂടി തന്നെ ഇരിക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. നോക്കി, the angles of cyclic quadrilateral are in the ratio 1:3, 2:3:4. Okay, what is the measure of smallest angle? Okay, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഒരു എന്താ ആംഗിൾസിന്റെ റേഷ്യോ തന്നേക്കുക 1:2:3:4. ഓക്കെ, റേഷ്യോ തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ ആംഗിളിന്റെ മെഷർ എന്താണ് കണ്ടുപിടിക്കുക? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിളിന്റെ സം എന്താ വരുന്നത്? ആംഗിളിന്റെ സം എന്ത് വരും? മൊത്തം ആംഗിളിന്റെ സം എന്താ? 360 ഡിഗ്രി ആണ് വരിക. 360 ഡിഗ്രി മൊത്തം ആംഗിളിന്റെ സം 360 ഡിഗ്രി ആണ് വരിക. നോക്കിയേ, 1+2 1:2. ഒരു ആംഗിളിന്റെ റേഷ്യോ എന്താ? 1. രണ്ടാമത്തെ 1, 2, 3, 4. പക്ഷെ ഒരു ആംഗിളിന്റെ യൂണിറ്റ് 1 ആണ്, മറ്റേതിന്റെ 2, പിന്നെ 3, പിന്നെ 4, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ടോട്ടൽ ഈ യൂണിറ്റ്സ് ആഡ് ചെയ്യുമ്പോഴല്ലേ 360 ഡിഗ്രി വരിക. 1+2+3+4 എത്ര വരും? 10 അല്ലേ? 1+2+3+4 10 യൂണിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? 10 യൂണിറ്റ് ആണ് എന്ത് വരുന്നത്? 360 ഡിഗ്രി വരുന്നത്. 10 യൂണിറ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി. നമുക്ക് എത്ര യൂണിറ്റ് കണ്ടുപിടിക്കേണ്ടത്? ഒരു യൂണിറ്റ് കണ്ടുപിടിച്ചാൽ പോരെ. സ്മോളസ്റ്റ് ആംഗിൾ എത്ര യൂണിറ്റാ? ഒരു യൂണിറ്റ്. അപ്പൊ ഒരു യൂണിറ്റ് എത്ര വരും? 10 യൂണിറ്റ് 360. ഒരു യൂണിറ്റ് എന്താ? 360 10 എത്രയാടാ? 36 ഡിഗ്രി. 36 ഡിഗ്രി ആണ് എന്ത് ആൻസർ വരിക. ക്ലിയർ ആണോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആംഗിളിന്റെ റേഷ്യോയുടെ സമ്മാണ് 360 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ആംഗിൾ ഒരു യൂണിറ്റ് ആണ്. 10 യൂണിറ്റിന്റെ വാല്യൂ 360 ഡിഗ്രി ആണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയാ? 36 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഏകദേശം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സർക്കിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് അഡ്വാൻസ് മാത്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ സെറ്റ് ചെയ്തതാണ്. ഇപ്പൊ അടുത്ത ടോപ്പിക്കിൽ അല്ലെങ്കിൽ അടുത്ത പാർട്ടിൽ വരുമ്പോൾ നമ്മൾ അഡ്വാൻസ് മാത്സിന്റെ വേറൊരു ഏരിയ ആയിരിക്കും നമ്മൾ കവർ ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ ഒരു 7 പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതുവരെ നിങ്ങൾ ഈ ഒരു പാർട്ട് ആരും കാണാത്തവരുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് ആ എല്ലാ ഭാഗവും കൂടി കാണുക. ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മുടെ മുമ്പിൽ സമയമില്ല. ഒന്നിന് തുടങ്ങാൻ ഇനി സമയമില്ല. പഠിച്ചത് റിവൈസ് ചെയ്യാൻ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിൽ സമയമുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ ചെയ്യുക. റിവിഷന് മാത്രം സമയം കൊടുക്കുക. വേറെ ഒന്നിനും സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ,
അപ്പൊ റിവിഷൻ കണ്ടിന്യൂസ് ആയിട്ട് പോവുക. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓണമാണ്, ഞാൻ അന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഓണമാണ്. ഓണത്തിന്റെ കൂടെ പോകരുത്. നമുക്ക് അടുത്ത ഓണം നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കണമെങ്കിൽ നല്ലൊരു ജോലി വേണം. നല്ലൊരു കേന്ദ്ര സർക്കാർ ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു എക്സാം ആണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അവസാന നിമിഷം കൊണ്ട് കളം മുടക്കരുത്. അവസാന നിമിഷം ബ്രേക്ക് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യാൻ കൂടെ തന്നെ പോവാ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഓണം ആഘോഷിക്കാൻ പോയവരൊക്കെ ഒന്ന് തിരിച്ചു വരിക. നിങ്ങൾക്ക് അതിൽ ഒരു നഷ്ടം ഉണ്ടാവില്ല. തിരുവോണം മാത്രം പറ്റുന്നവരൊന്ന് പോയി ആഘോഷിക്കുക, ഒന്ന് ഫുഡ് കഴിക്കുക, തിരിച്ചു വരിക, വീട്ടുകാരെല്ലാവരും കാണുക, വീട്ടുകാരുടെ കാര്യം പറയുക. ഞാൻ ഇങ്ങനെ ലക്ഷ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്, അപ്പോ എനിക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം. അടുത്ത ഓണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് തന്നെ ആഘോഷിക്കാം. ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നിങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു എക്സാം ആയിരിക്കും. എക്സാമിന്റെ ഡേറ്റ് ഓൾറെഡി ഇപ്പൊ ഏകദേശം നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യത്തെ വീക്ക് തന്നെ ഉണ്ടാവും. അതിൽ ഇനി ഒരു മാറ്റം വരാൻ സാധ്യതയില്ല. കാരണം സെനിയോറിറ്റി അനുസരിച്ച് മാറ്റം വരാൻ സാധ്യതയില്ല. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അതിൽ മാറ്റം വരാൻ സാധ്യത വളരെ 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 കുറവാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എല്ലാവരും പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുക. അപ്പോൾ ഈ ഒരു ക്ലാസ്, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു പഴയ പാട്ട് കാണുക. ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുക. നമ്മൾ അതും മാത്സിന്റെ ക്ലാസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവരും നല്ലോണം പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ഓണം.